തിരുവനന്തപുരത്ത് ഗതാഗതം തടസ്സപ്പെടുത്തി നടുറോഡിൽ CPIM ഏരിയ സമ്മേളന വേദി. വഞ്ചൂരിൽ ജില്ലാ കോടതി സമുച്ചയത്തിന് മുന്നിലാണ് വേദി. വഞ്ചൂർ കോടതി റോഡിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. വേദി നിർമ്മാണം ആരംഭിച്ച ഇന്നലെ മുതൽ ഗതാഗതം തടസ്സപ്പെടുന്നുണ്ട്. പൊതുയിടങ്ങളിലെ പരിപാടികളിൽ ഹൈക്കോടതി ഇടപെടൽ അത് നിലനിൽക്കുമ്പോഴാണ് കോടതിക്ക് മുന്നിൽ വേദിയൊരുക്കി CPIM സമ്മേളനം നടത്തുന്നത്. റിനു ശ്രീധറും അരുൺ സോളമനും നമുക്കൊപ്പമുണ്ട്. ഗുഡ് ഈവനിംഗ് റിനു ശ്രീധർ, അരുൺ സോളമൻ. കോടതിക്ക് മുന്നിലാണ് സമ്മേളനം. ഇനി എവിടെ പോയി പരാതി പറയുമെന്ന്, അതുവഴി ഗതാഗത കുരുക്കിൽ ബുദ്ധിമുട്ടുന്ന പൊതുജനം ചോദിക്കുന്നുമുണ്ടാകുമല്ലോ. എന്താ ഈ സമ്മേളനം തുടങ്ങിയോ? സുജയ, CPM-ന്റെ പാളയം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി 2 ദിവസമായി സമ്മേളനം നടക്കുന്നു. ഇന്ന് 3-ാം ദിവസം സമാപന പൊതുസമ്മേളനമാണ്. അല്പസമയത്തിനകം തന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള MV ഗോവിന്ദൻ ഇവിടെ എത്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അതിനുവേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ, ഒരുക്കങ്ങളൊക്കെ തന്നെ നടക്കുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഹൈക്കോടതിയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് CPM ഈ നഗരത്തിലെ റോഡ് പൂർണ്ണമായും കെട്ടിയടച്ച ഈ സമ്മേളനം കൊണ്ടാടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതാ 5 മണിയാകുന്നു, ഓഫീസ് സമയമാകുന്നു. ജില്ലാ കോടതിയുടെ ഒരു മതിലിന്റെ വ്യത്യാസം മാത്രമാണ് ഈ റോഡിന് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ റോഡ് കെട്ടിയടച്ച് ഈ വേദി ഒരുക്കിയതോടുകൂടി തന്നെ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. അല്പസമയം മുമ്പ് സ്കൂൾ വിട്ട് കുട്ടികൾ ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വേദിയിൽ നിന്ന് ഏകദേശം 200-300 മീറ്റർ മാറി ഇപ്പുറത്താണ്. ഇവിടെ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കില്ല. തൊട്ട് വേദിക്ക് സമീപം വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുമുണ്ട്. സ്കൂൾ കുട്ടികൾ നേരത്തെ ഇവിടെ എത്തുമ്പോഴേക്കും വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിരുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ റെഡ് വോളണ്ടിയർ മാർച്ച് ഉൾപ്പെടെയുള്ള പരിപാടികൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ പൊതുസമ്മേളനം MV ഗോവിന്ദൻ മാഷ് ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി അവസാനിക്കുന്നില്ല ഈ പരിപാടി. കാരണം അതിനുശേഷം KPSCയുടെ ഒരു നാടകം കൂടി ഇവർ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ നാടകവും ഇതേ വേദിയിൽ തന്നെയാണ് അരങ്ങേറുന്നത്. ഈ പാത എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നഗരമധ്യത്തിലുള്ള ഹൃദയഭാഗത്തുള്ള ഒരു പാതയാണ്. ഇത് ജില്ലാ കോടതി, തിരുവനന്തപുരം വഞ്ചൂർ ജില്ലാ കോടതിയുടെ മുന്നിലൂടെ പോകുന്ന ഒരു പാത. ഇത് ജനറൽ ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ ലുലു മോൾ, അതുപോലെ തന്നെ ചാക്ക ബൈപ്പാസ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് പോകുന്ന ഒരു റോഡ് കൂടിയാണ്. ഈ 2 വശങ്ങളാണ് ഇവിടെ ഉള്ളത്. തമ്പാനൂരേക്ക് പോകാനും തിരിച്ച് ഈ ചാക്ക ജനറലാശുപത്രി ഭാഗത്തേക്ക് പോകാൻ. ഇതിൽ ജനറലാശുപത്രി ഭാഗത്തേക്ക് പോകുന്ന പാതയാണ് ഇവർ കെട്ടി അടച്ച് വേദിയായി സജ്ജീകരിച്ച് ഈ പരിപാടി കൊണ്ടാടുന്നത്. മറ്റ് ഒരു വശം മാത്രമാണ് ഗതാഗതത്തിനു വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്നത്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നു. അല്പസമയം മുമ്പ് രൂക്ഷമായ ഗതാഗത കുരുക്കായിരുന്നു. തുടർന്ന് പോലീസിനെ വിന്യസിച്ചു. അതിനുശേഷം റെഡ് വോളണ്ടിയർമാരെ വിന്യസിച്ചതിന് ശേഷം ഈ തമ്പാനൂർ ഭാഗത്ത് നിന്ന് ജനറൽ ആശുപത്രി ചാക്ക ഭാഗത്തേക്ക് വരുന്ന ഈ വാഹനങ്ങളെല്ലാം തന്നെ അവിടെ നിന്ന്